ആ 900 ഏക്കറല്ലേ ആ നമുക്ക് എടുക്കാം. കയറിപ്പോയി 500 അത്രയല്ലേ ഉള്ളൂ. 500 കോടി അന്ന് വിഷയമല്ല കാര്യമില്ല. പ്രായം നമ്മുടെ അടുത്ത് എത്ര ഉണ്ട്? ഓക്കെ ആരോടെ കൊഞ്ചിനെ പറഞ്ഞിട്ട് പോയാ മതി. എത്ര ആൾക്കാരുണ്ടെന്ന്? 146. അത് വളവ് കിട്ടുണ്ടോ? കുറവായ പറ്റൂല കേട്ടോ. നടക്കൂല. ഏതായാലും നല്ലോ എടുക്കണം. അത് പറഞ്ഞുവിടും ഞാൻ കേട്ടോ. ശരിന്നാ. മോനൊരു പുതിയ ബിസിനസ് കുറച്ച് പൈസ വേണമെന്നാ പോകാൻ പറയുന്നത്. അത് ഫ്രണ്ട്സ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ്സാണ്. പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ് എത്ര ഉണ്ടായിന്? 2-3 ലക്ഷം റുപ്യ. എടുത്ത് എന്താ കാട്ടണ? പാർട്ട്ണർഷിപ്പാണ്. അതിന് കുറച്ച് പൈസ കൊടുക്കാനപ്പം പറഞ്ഞു. ആർക്ക്? ബാങ്കോ? എത്ര കണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണേ? അനക്കുണ്ട് ഉണ്ടാക്കാം. എന്ത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പൈസ കൊടുക്കുന്നത്? നമുക്ക് ഒരു തരി മണ്ണ് ഇവിടുന്ന് കിട്ടൂല. എന്നെ അങ്ങോട്ട് പള്ളിക്കാട്ടിൽ എടുത്ത ശേഷം ഞങ്ങൾക്ക് തരി മണ്ണ് കിട്ടുള്ളൂ. അത് വിചാരിച്ച് നിൽക്കാൻ നിൽക്കണ്ട. തള്ളി മോനെ ഇറങ്ങിക്കോളി ഇവിടുന്ന്. മേഡം, ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മർഡർ സ്പോട്ട് വിസിറ്റ് ചെയ്തിരുന്നു. അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വന്നു. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ മാരകമായ എന്തോ ഉപകരണം കൊണ്ട് തലക്കടിച്ച് തുരുവേറ്റിയതാണ് മരണകാരണം എന്നാണ് പറയുന്നത്. ആസ് യൂഷ്വൽ കുറേ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ എന്തോ നെയിൽസ് ആൻഡ് സാമ്പിൾസ് ഒക്കെ ലഭിച്ച് അവർ അനാലിസിസ് ചെയ്തിരുന്നു. ഇതാണ് ഫോറൻസിക് റിപ്പോർട്ട്. അവരുടെ ഹസ്ബൻഡ് തമ്മിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് എന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. എന്തൊക്കെയോ അവിഹിതം, വേറൊരു പുരുഷനുമായിട്ട് അവിഹിതം ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് നല്ലൊരു ശത്രുത പരിശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നേ. ബട്ട് ഒരിക്കലും ആ ക്രൈം സ്പോട്ടിൽ നിന്ന് കണ്ടെടുത്തപ്പെട്ട ഹെയർ സാമ്പിളും DNA ഒന്നും അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ അല്ല. അത് ഞങ്ങൾ അനാലിസ് ചെയ്ത് മനസ്സിലായത് അങ്ങനെ സംശയപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ അനാലിസ് ചെയ്തു. ബട്ട് അതൊന്നും അവരുടേതായിരുന്നില്ല. ആരുടേതൊന്നും ഇപ്പോഴും സംശയമായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ച് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഐ വിൽ ബി റിപ്പോർട്ട് ദ ഫൈനൽ റിപ്പോർട്ട് വിത്തിൻ 1 week, sir. Hi, ma'am. Come on. Madam, this is the best crime ever happened in Kerala police history. It's called exchange murder. Exchange murder? Yes. അതെ മേഡം, ഒരേ സ്വഭാവമുള്ള 2 പരിചിതർക്ക് തമ്മിൽ കണ്ടുമുട്ടുന്നു. തൻ്റെ പേരിൽ കേസ് വരാതിരിക്കാൻ അവർ തങ്ങളുടെ ഇരകളെ തമ്മിൽ കൈമാറുന്നു. ഇതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചിട്ടുള്ളത്. ഷബീർ തൻ്റെ ഭാര്യയെ കൊല്ലണമായിരുന്നു. തൻ്റെ ഭാര്യയെ കൊന്നാൽ താൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഷബീറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വിക്ടിമിനെ ഷബീർ സുജിന് കൈമാറുന്നു. അതിന് പകരമായി സുജിൻ്റെ അച്ഛനെ കൊല്ലാമെന്ന് സുജിന് ഷബീർ വാക്ക് കൊടുക്കുന്നു. തുടർന്ന് ഇരുവരും തൻ്റെ വാക്കുകൾ പാലിച്ച് 2 പേരെയും വധിക്കപ്പെടുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് ഇരുവർക്കും ഉറപ്പായിരുന്നു. കാരണം മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇരുവരുടെയും അടയാളങ്ങൾ കണ്ടെടുക്കാൻ കഴിയില്ലെന്നും
മരണപ്പെട്ട സമയത്ത് ഇരുവരും സ്ഥലത്തില്ല എന്നും ഇരുവർക്കും ബോധ്യമായിരുന്നു. Yes ma'am, this is the brilliant case ever happened in Kerala police history.